നമസ്കാരം. കേരള വിഷൻ അവതരിപ്പിക്കുന്ന സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി കുടുംബ സദസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സീരിയലിലെ നടൻ ആദിത്യൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ആദിത്യൻ എന്നുള്ള പേര് തന്നെ സൂര്യ കിരണങ്ങളേറ്റ് നിൽക്കുന്ന ഒരു നടൻ. തീർച്ചയായും പ്രകാശം ഒരു നടന് ആവശ്യമാണ് അല്ലേ? പ്രകാശത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ മിന്നി മറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ആദിത്യൻ എന്നുള്ള പേര് വന്നത്? എൻ്റെ ശരിക്കും പേര് ജയൻ എന്നാണ്. ജയൻ. അപ്പം പഴയ നടൻ ജയൻ്റെ അനിയൻ്റെ മകനാണ്. അതെ, അത് എനിക്കറിയാമെങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ അത്ര ഒരു ചോദ്യം ഇട്ടത് തന്നെ. കാരണം ഇതിനകത്ത് തന്നെ നല്ലൊരു ഒരു സ്റ്റോറി. ജയൻ എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിൽ ഒരു തരംഗമായിട്ട് നിന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയുവാനും ഒക്കെ ജനത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ ജയൻ എന്നുള്ള പേരായിരുന്നു അല്ലേ ആദ്യം ഉണ്ടായത്? ജയൻ എന്നായിരുന്നു ശരിക്കും പേര്. അമ്മയച്ഛനും ഇട്ട പേര് വേണുഗോപാൽ എന്നായിരുന്നു. വേണുഗോപാൽ. പിന്നെ അങ്ങോട്ട് വല്യച്ഛൻ മരിച്ച ഒരു 40 ദിവസത്തിനകത്താണ് ഞാൻ ജനിക്കുന്നത്. അപ്പം വേണുഗോപാൽ നിട്ടു. പിന്നെ അങ്ങനെ പേരും പെട്ടെന്ന് മാറ്റി ജയൻ എന്നാക്കി. ബന്ധുക്കളുടെയും വല്യച്ഛൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ താല്പര്യം കണ്ട് വല്യച്ഛൻ്റെ ഓർമ്മയ്ക്കിട്ട പേരാണ് ജയൻ. ആ ഓർമ്മയ്ക്ക് തന്നെ ഓർമ്മ സാക്ഷാത്കരിച്ചുകൊണ്ട് തന്നെ ജനഹൃദയങ്ങളിലേക്ക് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഫീൽഡ് വന്നത്. എങ്ങനെയാണ്? ഞാനൊരു ജോലി ചെയ്യുമായിരുന്നു. ഞാനൊരു കൊല്ലത്തൊരു സാധാരണ ഒരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ വല്യച്ഛൻ്റെ ഓരോ വർഷം ആണ്ട് സമയത്ത് മാധ്യമങ്ങൾ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു വാർത്ത പോലെ എല്ലാ വർഷവും വരാറുണ്ട് നമ്മുടെ വെള്ളി നക്ഷത്രം ബുക്കിനകത്ത്. അപ്പോൾ അതിന് കേരള കൗമുദി. അപ്പോൾ അതിനകത്ത് എൻ്റെ ഫോട്ടോയും ഫാമിലി ഫോട്ടോയൊക്കെ റൈറ്റപ്പൊക്കെ വന്നിരുന്നു. അപ്പോൾ അന്ന് രാജൻ ബി സാർ ഒരു പടം ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ജഗദീഷ് ചേട്ടനും ഹരീഷ് കൃഷ്ണൻ ചേട്ടനുമായിരുന്നു ഹീറോസ്. അപ്പോൾ പക്ഷേ അതിനകത്തൊരു ഹീറോ വേണം, വേറെ ഹീറോയുടെ വേണം. അങ്ങനെ സാറിൻ്റെ ഫോട്ടോ കണ്ട് സാറ് വിളിപ്പിച്ച് എന്തോ അതെ അവിടുത്തെ ജോജോ സാർ വഴിയാണ് ശരിക്കും എൻ്റെ ഫോട്ടോ വരാൻ കാരണം. അങ്ങനെ ഫീൽഡിൽ വന്നു, സാറിൻ്റെ പടം ചെയ്തു. സാറിൻ്റെ പടം ചെയ്തപ്പം ജയൻ തന്നെയാണ് എൻ്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ് ലോഹിതാസ് സാറിൻ്റെ ചെമ്പട്ട്
എന്ന പടത്തിൻ്റെ ഒരു 10-60 പേരുടെ ഇൻ്റർവ്യൂ കൂടെ. അപ്പോൾ എനിക്ക് സെലക്ഷനായിട്ട് സാറ് പറഞ്ഞു നമുക്ക് ഈ പേര് മാറ്റണം. കാര്യം ജയൻ്റെ അനിയൻ്റെ മകൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജയൻ്റെ അനിയൻ്റെ മകൻ ജയൻ. ചിലർ പേരിക്കും ഞാനൊരു 6 അടി പൊക്കമുള്ള ഒരാളായിരിക്കാം, അതൊരു ബോഡി ബിൽഡറാണ്, അപ്പോൾ നമുക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. പേര് മാറ്റാമെന്ന് പറഞ്ഞു. നമുക്ക് പേര് മാറ്റിയിട്ട് സാധാ ഏതെങ്കിലും പേര് ജയൻ അനിയൻ്റെ മകൻ ഇന്ന പേരിൽ അത് മതി. അങ്ങനെ സാറിട്ട പേരാണ് ആദിത്യൻ. പക്ഷേ ആ പടത്തിന് ഒരു എന്താ പറയുക അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. അത് ചില കാരണങ്ങളാൽ അപ്പം 2 ദിവസം ഷൂട്ട് വെച്ച് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ചെമ്പട്ട്. മീര ജാസ്മിനായിട്ട് നായികയായിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. മണിയറക്കള്ളൻ. നമ്മുടെ ഒരു തുടക്കം ഭയങ്കര മോശമായിരുന്നു. ഞാൻ അങ്ങനെ ഒന്ന് വെച്ചാൽ ഞാനൊരു ജോലി എന്ന് പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് നമ്മുടേതായ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ വല്ലാത്തൊരവസ്ഥ, അച്ഛൻ്റെ മരണം ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നതാണ്. പഠിത്തം കൂടി നടക്കുമായിരുന്നു. ഞാൻ ഡിഗ്രി വരെ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് പോലും നമ്മുടെ ഒരു ഇഷ്ടത്തിന് പോകാൻ പറ്റി. അപ്പോഴത്തേക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ഫേമിൽ ഒരു ഫീൽഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഇത് ഒരു പടം വന്നു. അപ്പം നമ്മൾ സത്യത്തിൽ ഒരു സാമ്പത്തികം നോക്കി തന്നെയാണ് ഈ ഫീൽഡിൽ വന്നത്. സത്യാവസ്ഥ ആണ്. അങ്ങനെ വന്നു. പക്ഷേ ആ പടം എനിക്ക് ഗുണം ചെയ്തില്ല. ആ പടം കുറേ നാൾ ഇരുന്ന് ചില പ്രശ്നങ്ങൾ കാരണം ആ പടം ഇരുന്ന് പോയി. അത് കഴിഞ്ഞ് കല്യാണ കുർബാനം ചെയ്തു. ഡയറക്ടർ ഉദയകുമാർ സാറിൻ്റെ പടം ചെയ്തു. അതിന് തന്നെ എന്നെ സെലക്ട് ചെയ്തത് മായ മൗഷ്മി ചേച്ചിയാണ്. ചേച്ചി കാരണമാണ് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സീരിയലിലോട്ട് വരാൻ അവസരം വന്നത്. അപ്പം ആ സമയത്ത് ആദ്യത്തെ പടം ഇങ്ങനെ അവസ്ഥയിൽ, രണ്ടാമത്തെ പടവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 3 ഹീറോസിലൊരു ഹീറോ. അതിലെ മെയിൻ ഹീറോ വന്നിട്ട് അബ്ബാസ് ആയിരുന്നു. പക്ഷെ അതെന്തോ എനിക്കെന്തോ അങ്ങനെ വലിയ ചെയ്യാനൊന്നുമില്ല. എനിക്ക് അഭിനയിക്കാനൊന്നും നല്ലോണം അറിയില്ല. ഇപ്പം എടുക്കണമെന്നല്ല, അന്ന് ഒട്ടും അറിയില്ല. അങ്ങനെ ഫസ്റ്റ് സീരിയൽ പവിത്രബന്ധം ഡയറക്ടർ കലാധരൻ സാറിൻ്റെ സീരിയൽ വന്നു. അതൊരു എനിക്ക് തോന്നുന്നു 380ഓളം എപ്പിസോഡ് പോയി. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് 50 സീരിയൽ കഴിഞ്ഞു. പവിത്രബന്ധം കലാധരൻ സാർ, ബാലാജി ആയിരുന്നു പ്രൊഡക്ഷൻ. ഞാൻ വരാൻ കാരണം മായ മോഷൻ ചേച്ചിയാണ്.